സർ, യുഎസിന്റെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ തകർത്തു എന്ന തരത്തിലൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫിനുള്ള ഇന്ത്യയുടെ മറുപടിയാണ് ഈ യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്ന റിപ്പോർട്ട് എന്ന് കരുതാനാകുമോ? തീർച്ചയായിട്ടും. ഇപ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അല്ലെങ്കിൽ ഈ US എന്ന് പറയുന്ന രാജ്യം ലോകത്തുടനീളമുള്ള രാജ്യങ്ങളുടെ വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ US-ന്റെ താരിഫ് യുദ്ധം അല്ലെങ്കിൽ US-ന്റെ നേട്ടത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ താരിഫ് യുദ്ധം നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പം ഇത് ലോകക്രമത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഒരുപക്ഷെ ഇന്ത്യ US-ന്റെ ഏറ്റവും വലിയ സുഹൃത്തായിട്ട് നിൽക്കുന്ന രാജ്യമായിട്ട് ലോകം അംഗീകരിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഏഷ്യയിൽ ഈ പറയുന്ന ഏറ്റവും വലിയ ശത്രുവായിട്ട് കാലങ്ങളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന ചൈനയെ മറികടന്ന് ഏറ്റവും വലിയ താരിഫ് ഇപ്പം ഇന്ത്യയുമായിട്ട് 50% ഏതാണ്ട് 27-ാം തീയതി വരുമ്പോഴത്തേനും താരിഫ് വരും. അപ്പോൾ അത്തരത്തിലേക്കുള്ള ഒരു താരിഫ് ഇന്ത്യ അത് മൈൻഡ് ചെയ്ത് പോകുന്നില്ല. മാത്രവുമല്ല, ഇന്ത്യ പ്രത്യാക്രമണം പല രീതിയിൽ നടത്തുന്നു എന്ന് ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്തു. അല്ലെങ്കിൽ ഇന്ത്യയുടെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം, അതിന് ഉദാഹരണമായിട്ട് ഇപ്പൊ വരുന്ന ഒരു പ്രശ്നം AP സിംഗ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. അതായത് 6 യുദ്ധവിമാനങ്ങൾ ഈ പറയുന്നത് പോലെ സിന്ദൂരിൽ വ്യോമസേന തകർത്തു. 5 പോർവിമാനങ്ങളും ഏതാണ്ട് ഒരു നിരീക്ഷണ വിമാനവും, വലിയ വലിപ്പത്തിലുള്ള വിമാനമാണെന്ന് പറയുന്നത്. അപ്പം ഈ സിന്ദൂരിന് ശേഷം മെയിൽ നടന്ന സംഭവം ഏതാണ്ട് ഇത്രയും ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ ഇത്തരത്തിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ഇപ്പൊ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തണമെങ്കിൽ അത് വ്യോമസേനയുടെ മേധാവിയാണെങ്കിൽ പോലും ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമായതുകൊണ്ട് അത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർക്ക് കൂടിയാലോചന നടത്താതെ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തത്തില്ല. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പലവട്ടങ്ങളിലും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ സിന്ദൂരിന്റെ വിഷയം ലോകത്തോട് പറഞ്ഞപ്പോഴും പാകിസ്ഥാന് തിരിച്ചടി കൊടുത്തപ്പോഴും പാകിസ്ഥാന്റെ പല മേഖലകളിൽ നമ്മൾ തകർത്തപ്പോഴും ഓരോ കാര്യങ്ങളും പടം കൊടുത്ത് വ്യക്തത വരുത്തി പറഞ്ഞപ്പോൾ നമ്മൾ എത്ര യുദ്ധവിമാനങ്ങൾ തകർത്തു എന്നതിനെ പറ്റിയും അല്ലെങ്കിൽ അതിന്റെ വ്യക്തതയൊന്നും വരുത്തിയിട്ടുണ്ടായില്ല. അപ്പൊ ഇപ്പം ഇത് പറയുന്നതിനകത്ത് ഒരു വലിയ പൊളിറ്റിക്സ് ഉണ്ട്. കാരണം ഒരു യുദ്ധവിമാനം ചൈനയുടേതാണെന്ന് പറയുന്നത് വീണ്ടും അതിനകത്ത് വ്യക്തതയുണ്ട്, അല്ലെങ്കിൽ അത് വെളിയിൽ വന്നിട്ടുണ്ട്. സിന്ധുവിന് ശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലോകത്ത് ഡാമേജ് അല്ലെങ്കിൽ അതിന് ശേഷം ഡാമേജ് സംഭവിച്ച രാജ്യം ഒന്ന് ഈ പറയുന്ന തുർക്കിയുടെ ഡ്രോണുകളെല്ലാം തകർന്നു പോയി. അപ്പൊ അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങൾ മേടിച്ചിട്ട് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളെല്ലാം തകർന്നുപോയി. ചൈനയായിരുന്നല്ലോ പ്രതിരോധ സംവിധാനവും അവരുടെ യുദ്ധവിമാനങ്ങളും അവരുടെ മിസൈലുകളും ഒക്കെ ആയിരുന്നല്ലോ. ഇത് F-16 എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് മിസൈൽ പോലും നമ്മൾ ജാം ചെയ്ത് നമ്മൾ പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ചൈനയുടെ പ്രതിരോധ സംവിധാനത്തെ മറികടന്ന് നമ്മൾ ആക്രമണം നടത്തുകയുണ്ടായി. അപ്പൊ ചൈന ലോകത്ത് ഏറ്റവും വലിയ ഡാമേജ് ചൈനയ്ക്ക് സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് യുദ്ധക്കോപ്പുകൾ വിൽക്കുന്നതിനും അല്ലെങ്കിൽ അവരുടെ യുദ്ധക്കോപ്പുകൾ നിർമ്മിക്കുന്ന കമ്പനികൾക്കും ഉണ്ടായ ഡാമേജ് ഇതുവരെ മാറിയിട്ടില്ല. ഇന്നലെ നമ്മൾ വേറൊരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ ഒരു മെറിറ്റ് കിട്ടുന്നതിന് വേണ്ടി സിന്ദൂരിനകത്ത് ഞങ്ങളുടെ ആയുധങ്ങൾ കൂടിയാണ് ഉപയോഗിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞത് കേട്ടോ, ഞങ്ങളുടെ ഡ്രോണുകൾ. അപ്പം അദ്ദേഹത്തിന് ഈ പറയുന്ന ഇന്ത്യക്ക് സിന്ദൂരിനകത്ത് കിട്ടിയ നേട്ടം അല്ലെങ്കിൽ ആ യുദ്ധം ജയിച്ചതിന് ശേഷം ഇന്ത്യക്ക് കിട്ടുന്ന ഹൈപ്പ്, ലോകത്ത് ഉടനീളം കിട്ടുന്ന ഹൈപ്പിന്റെ ഒരു കെയർ ഓഫ് അവർ കൂടെ കിട്ടിക്കൊണ്ട് ഞങ്ങൾ ഒന്നിച്ചാണ് ആയുധങ്ങൾ നിർമ്മിക്കുന്നതും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അമേരിക്ക ഈ പറയുന്നത് പോലെ ലോകത്തെ ഏറ്റവും വലിയ ആയുധ കച്ചവടക്കാരനായിട്ടിരിക്കുന്ന അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളായിരിക്കുമല്ലോ ഈ 4 F-16 4 തകർന്നിരിക്കുന്നത്. ഇത് നേരത്തെ നമ്മുടെ ഈ പറയുന്ന സർജിക്കൽ സ്ട്രൈക്കിന്റെ സമയത്ത് അഭിനന്ദൻ വർത്തമാൻ എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ F-16 തകർത്തു, അദ്ദേഹത്തെ പിടിച്ചു വെച്ചൊക്കെ അറിയാലോ. അപ്പൊ F-16 എന്ന് പറയുന്ന വിമാനം അത് അമേരിക്ക ഏറ്റവും കൂടുതൽ പാകിസ്ഥാന് കൊടുത്തിട്ടുള്ളൂ. അവരിപ്പോഴും ഏറ്റവും വലിയ വിമാനമാണെന്ന് പറയുന്നതും ഏറ്റവും വലിയ സംവിധാനങ്ങളാണെന്ന് പറയുന്ന വിമാനങ്ങളും പറക്കം തകർത്ത് കളയുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ വിമാനങ്ങൾ തകർത്ത് കളയുക എന്ന് പറയും. ഇത് നാളെ ഈ പറയുന്ന പോലെ നമ്മൾ ഈ വർത്തമാനം പറയുന്നത്, നമ്മൾ പറഞ്ഞില്ലല്ലോ അമേരിക്കയുടെ വാക്കി തകർന്നത്. ലോക മാധ്യമങ്ങൾ നാളെ തൊട്ട് തിരക്കാൻ തുടങ്ങും. തിരക്കി തരുമ്പോൾ ഏതൊക്കെ വിമാനങ്ങൾ ചൈനയുടെ എത്ര എണ്ണം തകർന്നു, അമേരിക്കയുടെ ഇത്ര എണ്ണം തകർന്നു എന്നുള്ള കാര്യം വ്യക്തത വരുത്തി പറയും. അതായത് അമേരിക്കയുടെ വ്യാപാര അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിരോധ വ്യാപാര രംഗത്ത് ഈ പറച്ചിൽ കൊണ്ട് വലിയ ഒരു ഇത് സൃഷ്ടിക്കും. കാരണം ഇന്ത്യ ഈ പറയുന്ന അല്ലെങ്കിൽ താരിഫിന് ശേഷം ഇന്ത്യ ഏതാണ്ട് 4 ബില്യൺ അല്ലെങ്കിൽ 4 ബില്യണിനോട് അടുത്തുള്ള നമ്മൾ പ്രതിരോധ അല്ലെങ്കിൽ ആയുധങ്ങൾ മേടിക്കാനുള്ള തീരുമാനം റദ്ദ് ചെയ്തു അനൗദ്യോഗികമായിട്ട്. അത് ലോകത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ രാജ്നാഥ് സിംഗ് ചർച്ച ചെയ്യാൻ അമേരിക്കയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഇല്ല എന്നുള്ളത് വെച്ചിട്ട് നിന്നതിന് ശേഷം
ഈ പറയുന്ന യൂറോപ്യൻ കൺട്രീസ് അല്ലെ നാറ്റോ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും അറിഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം F-35 എന്ന് പറയുന്ന വിമാനം വേണ്ട, അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനങ്ങൾ താരിഫിന്റെ വിഷയം വെച്ച് നിർത്തിക്കൊണ്ട് പോകുന്ന തീരുമാനങ്ങൾ. ഈ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യമുണ്ട്, ആ രാജ്യത്തെ വരട്ടിയണക്കെ പോലും സ്പെയിൻ പറഞ്ഞു അങ്ങനെ വരട്ടുമൊന്നും വേണ്ട, ഞങ്ങൾക്ക് വേണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അപ്പം ഇതൊരു വലിയ തിരിച്ചടിയാണ്. തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് വ്യാപാര രംഗത്ത് ഒരുപക്ഷെ അല്ലെങ്കിൽ ഇത്രയും താരിഫ് നിർത്തി, അല്ലെങ്കിൽ ഇന്ത്യക്ക് അത്രയും താരിഫ് ഉണ്ടാക്കി അമേരിക്ക നമ്മളെ വെല്ലുവിളിച്ചപ്പോൾ ആ സമയം തന്നെ ഈ പറയുന്ന പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ട് പോകുന്നു, പാകിസ്ഥാന് 19% മാത്രം താരിഫ് ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നതുമായിട്ടുള്ള രീതിക്കകത്ത് ഈ ഇന്ത്യ മഹാരാജ്യം തിരിച്ചടിച്ചു. നമ്മൾ ഈ ഞാൻ പറഞ്ഞു വന്നതിനകത്ത് വേറൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ ഈ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിനകത്ത് പാകിസ്ഥാനുമായിട്ട് നമ്മൾ ആയുധം ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചില നയതന്ത്ര യുദ്ധങ്ങൾ, അതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ടുള്ളത് അവരുടെ എല്ലാ രീതിയിലുള്ള കയറ്റുമതി ഇറക്കുമതി നിർത്തിയതിനു ശേഷം വ്യോമപാത ഉൾപ്പെടെ നമ്മൾ ഇതുവരെ അല്ലെങ്കിൽ അടച്ചിരിക്കുന്ന സംവിധാനത്തോടു കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിന്ധൂർ അല്ലെങ്കിൽ നദീ ചില കരാറായിരുന്നു. അത് ആദ്യമേ റദ്ദ് ചെയ്തപ്പോൾ അന്ന് പാകിസ്ഥാൻ വിചാരിച്ചില്ല, അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ വിചാരിച്ചില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ലോകരാജ്യങ്ങൾ ഇടപെട്ട് മാറ്റുമെന്ന് വിചാരിച്ചു. ഇപ്പോഴും നമ്മൾ മാറ്റിയിട്ടില്ല. പാകിസ്ഥാൻ ഏതാണ്ട് 40ഓളം ഗ്രാമങ്ങൾ ഈ ഒരു ഇതുകൊണ്ട് ഒലിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് 12 ലക്ഷത്തോളം ആൾക്കാർ പലായനം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതേ രീതിയിലേക്കുള്ള ഒരു നയതന്ത്ര നീക്കം ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ ഉള്ള ഇപ്പം ഈ വ്യോമസേനയുടെ മേധാവിയുടെ പ്രസ്താവനയ്ക്കകത്തുനിന്ന് ഉണ്ടാവും. അത് ഇന്ത്യ വളരെ തന്ത്രപരമായിട്ടാണ് നടത്തിയിരിക്കുന്നത്. അതായത് സിന്ധൂരിനകത്ത് നടന്ന യുദ്ധത്തിൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ തകർത്തിരിക്കുന്നു. അതായത് അതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ഏറ്റവും വൈദഗ്ധ്യമുള്ള, ഏറ്റവും വലിയ വലിപ്പത്തിലുള്ള, അല്ലെങ്കിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള യുദ്ധവിമാനങ്ങളും യുദ്ധക്കോപ്പുകളും ഒക്കെ നിർമ്മിക്കുന്ന അമേരിക്ക ഇന്ത്യയുടെ മുമ്പിൽ അല്ലെങ്കിൽ അടിയറോ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിനും അല്ലെങ്കിൽ നമ്മളുടെ മിസൈൽ സംവിധാനത്തിനും നമ്മൾ ഉപയോഗിച്ച S-400 ഉൾപ്പെടെയുള്ള സംവിധാനത്തിന് മുമ്പിൽ വീണുപോയി. അതായത് വീണുപോയി. അതുകൊണ്ട് ലോകരാജ്യങ്ങൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ആയുധം മേടിക്കുമ്പോൾ ഇപ്പോൾ F-16 മേടിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും മോഡേൺ വെർഷൻ ആയിട്ടുള്ള 5ാം തലമുറ വിമാനം, ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റെൽത്ത് വിമാനം എന്ന് പറഞ്ഞ് ഇപ്പോഴും അമേരിക്ക ഇന്ത്യയിൽ ഉൾപ്പെടെ തരാൻ തീരുമാനിച്ചിരിക്കുന്നു. ലോകത്ത് പല രാജ്യങ്ങളുമായിട്ട് കരാറിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള യുദ്ധവിമാനങ്ങൾ വരെ മോശമാണ്, ആലോചിച്ച് മേടിക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ത്രട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടി അതിന് ഈ അവസരം ഉപയോഗിച്ചു. അല്ലെങ്കിൽ ഇത്തരത്തിൽ താരിഫ് യുദ്ധം. അപ്പൊ താരിഫ് യുദ്ധം എന്ന് പറയുന്ന യുദ്ധം തുടങ്ങിയതിന് ശേഷം ഈ പറയുന്ന പല മേഖലയിലും, അല്ലെങ്കിൽ ബ്രിക്സിന്റെ രൂപത്തിലായാലും റഷ്യ, ഇന്ത്യ, ചൈന കരാറിന്റെ രൂപത്തിലായാലും പല രീതിയിലും ജിയോ പൊളിറ്റിക്സിനകത്ത് വലിയ വ്യത്യാസം വരുത്തുന്നതിന് വേണ്ടി ഇന്ത്യ ഉപയോഗിക്കുമ്പോൾ ലോകത്തില് അല്ലെങ്കിൽ അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിദഗ്ധരും വ്യവസായികളും ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന്റെ പുറത്ത് ഇത്രയും താരിഫ് മുടക്കിയാൽ നാളെ കാലത്ത് അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാവും, അമേരിക്കയ്ക്ക് പണപ്പെരുപ്പം ഉണ്ടാവും, താൽക്കാലികമായിട്ടുള്ള ഒരു കുഴപ്പം ഇന്ത്യക്ക് സംഭവിക്കുന്നതിന്റെ കൂടെ അമേരിക്ക ആത്യന്തികമായിട്ട് തകരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം. അതായത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ യുദ്ധം ചെയ്തപ്പോൾ തകർത്തത് അമേരിക്കയുടെ വിമാനങ്ങളാണ്. അതായത് അമേരിക്കയെ ഞങ്ങൾ തകർത്തിരിക്കുന്നു. അതായത് അമേരിക്കയുടെ യുദ്ധക്കോപ്പുകൾ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഈ പറയുന്നത് പോലെ വലിയ ഹൈപ്പിൽ ഉള്ളതല്ല. അതായത് അമേരിക്ക നിലനിൽക്കുന്നത് തന്നെ യുദ്ധക്കോപ്പുകൾ വിറ്റിട്ടാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ യുദ്ധം പണ്ട് മുതലേ അവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ യുദ്ധം ഉണ്ടാക്കുക, ലോകത്തുടനീളം യുദ്ധം ഉണ്ടാക്കുക, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അവിടെയെല്ലാം കൊണ്ടുവന്ന് ശത്രുവിനും മിത്രങ്ങളും അവരുടെ ആയുധങ്ങൾ കൊടുക്കുക. നമ്മൾ പറഞ്ഞു കേട്ടില്ലേ, ആയുധങ്ങൾ വിറ്റ് ജീവിക്കുന്ന ഒരു രാജ്യം, ആ രീതിയിലേക്കുള്ള ഒരു രാജ്യത്തിന് ഏറ്റവും വലിയ ത്രെട്ടാണ്. അപ്പം ആ രീതിയിലേക്കുള്ള ത്രെട്ട് പണ്ട് മത്സരിക്കാൻ ആളില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ മത്സരം ഇപ്പം ഏറ്റെടുത്തിരിക്കുന്നത് ഒരുപക്ഷെ നേരത്തെ ഇരുന്നത് എന്ന് പറഞ്ഞാൽ റഷ്യയിലായിരുന്നു. ഇപ്പൊ റഷ്യക്കപ്പുറം റഷ്യക്ക് ആയുധങ്ങൾ നേരിട്ട് നിർമ്മിക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളപ്പോൾ ആ ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ഇന്ത്യ കയ്യേറുന്നു. അതിന് റഷ്യ നമുക്ക് നിന്ന് വരുന്നു. ഇപ്പം ഈ പറഞ്ഞ US-ഉം ഇന്ത്യയുമായിട്ടുള്ള തർക്കം മുറുകുമ്പോൾ തീർത്തും നമ്മൾ ഈ പറയുന്ന യാതൊരു കോംപ്രമൈസിനും തയ്യാറാകാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി, അതും സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട്, റഷ്യയുമായിട്ടുള്ള ബന്ധം ഇന്ത്യ കൂടുതൽ വലുതാക്കും.
അങ്ങനെ ബന്ധം കൂടുതൽ വലുതാക്കുമ്പോൾ ആ ബന്ധം കൂടുതൽ വലുതാക്കുന്നതിന് ഒരു ലോകരാജ്യത്തിനും ഈ പറയുന്ന ഇന്ത്യയെ കുറ്റപ്പെടുത്തുവാൻ സാധിക്കത്തില്ല. കാരണം ഇന്ത്യക്കെതിരെ നടത്തിയ താരിഫ് യുദ്ധവും അല്ലെങ്കിൽ ഇന്ത്യ ഇതുവരെയുള്ള സൗഹൃദം ഏതാണ്ട് 20 കൊല്ലമായിട്ട് നിൽക്കുന്ന സൗഹൃദത്തിനകത്ത് കോട്ടം വരുത്തിയത് ഈ പറയുന്ന അമേരിക്കയാണ്. അതുകൊണ്ട് കൂടുതൽ ഈ പറയുന്നത് പോലെ റഷ്യയുമായിട്ട് അടുക്കും. ആ റഷ്യയുമായിട്ടുള്ള അടുപ്പം കൂടുതൽ ഇന്ത്യക്ക് ഗുണം ചെയ്യും. അവസരങ്ങൾ മുതലാക്കുന്നതിന് ഏറ്റവും വൈദഗ്ധ്യമുള്ള ഒരു നേതാവാണല്ലോ നരേന്ദ്രമോദി. അപ്പൊ ഇപ്പൊ തന്നെ റഷ്യ ഇങ്ങോട്ട് വരുന്നുണ്ട്. S-57 എന്ന് പറയുന്ന 5ാം തലമുറ യുദ്ധവിമാനം ഇവിടെ വെച്ച് നിർമ്മിക്കാം. അതുപോലെ S-500 400 എന്ന് പറഞ്ഞ S-500 മേടിക്കാൻ തുടങ്ങുന്നു. ഏറ്റവും വലിയ റഡാർ സംവിധാനമായിട്ടുള്ള ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന റഡാർ പ്രതിരോധ സംവിധാനം ഇന്ത്യ മേടിക്കാൻ തുടങ്ങുന്നു. അപ്പൊ പല രീതിയിലുള്ള കരാറുകളും പല രീതിയിലുള്ള നീക്കങ്ങളും നടത്തി ഈ പറയുന്ന റഷ്യയുമായിട്ടുള്ള കരാർ അല്ലെങ്കിൽ ബന്ധം കൂടുതൽ വഷളാക്കും അല്ലെങ്കിൽ നല്ലതാവുന്നതിന് വേണ്ടി അമേരിക്ക സഹായിക്കുന്നു. അല്ലെങ്കിൽ റഷ്യ ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ബലപ്പെടുത്തുന്നതിന് വേണ്ടി അമേരിക്ക സഹായിക്കുന്നു. അല്ലെങ്കിൽ ബ്രിക്സിന്റെ ബലപ്പെടുത്തലിന് വേണ്ടി അമേരിക്ക സഹായിക്കുന്നു. ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരുന്നു. ഈ കാരണങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കുള്ള കാരണക്കാരനായിട്ട് ട്രംപ് വരികയും ട്രംപ് അടിസ്ഥാനപരമായിട്ട് അമേരിക്കയെ ഒരു ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമാക്കി മാറ്റുകയും അമേരിക്കയുടെ തകർച്ചയ്ക്ക് കാരണക്കാരനായി മാറുകയും ചെയ്യുന്ന ഒക്കെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ഏതായാലും ഇപ്പോഴത്തെ ഈ VP സിംഗ് അല്ലെങ്കിൽ AP സിംഗ് എന്ന് പറയുന്ന നമ്മുടെ വ്യോമസേന മേധാവിയുടെ പ്രസ്താവന അനവസരത്തിൽ ഉള്ളതല്ല. വളരെ കൃത്യമായിട്ട് പറയേണ്ട സമയത്ത് ഇതുവരെ പറയാതിരുന്ന അല്ലെങ്കിൽ വ്യക്തത വരുത്താതിരുന്ന എത്ര യുദ്ധവിമാനങ്ങൾ വീണിട്ടുണ്ടെന്ന് പറയുന്ന അവസ്ഥയിൽ. അതുപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതിനകത്ത് വേറെ ഒരു കാര്യം കൂടി വ്യക്തമായിരുന്നു. ഇന്നലെ അതിന് തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന പോലെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖാഷ്വ ആസിഫ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഒരു യുദ്ധവിമാനവും ഞങ്ങൾ തകർത്തിട്ടില്ല, ഇന്ത്യ തകർത്തിട്ടില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ കള്ളത്തരമാണ് പറയുന്നത്. ഞങ്ങൾ വളരെ അക്രമം നടത്തി ബോർഡറുകളൊക്കെ നടത്തി ഇന്ത്യക്ക് കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ പ്രസ്താവന കൊണ്ട് വേറൊരു കാര്യമുണ്ട്. അമേരിക്കയ്ക്ക് ഒരു താക്കീത് കൊണ്ട് യുദ്ധം നിർത്തി എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ് ഞങ്ങൾ യുദ്ധമൊന്നും നിർത്തിയിട്ടില്ല. ഈ ഒരു പ്രശ്നം ഏത് രീതിയിൽ അലയടിക്കും എന്നുള്ള കാര്യത്തെ പറ്റി അറിയാമോ? ഈ പറയുന്ന പാകിസ്ഥാനകത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കും. പാകിസ്ഥാനകത്ത് ഈ പ്രസ്താവന അവിടുത്തെ വാർത്തകൾ വരുമ്പോൾ ചർച്ചകളിൽ വരുമ്പോൾ പാകിസ്ഥാൻ വീണ്ടും ക്ഷീണം ഉണ്ടാക്കുകയും അവിടുത്തെ ജനം ഈ യുദ്ധവിമാനം എല്ലാം തകർത്താണ് ഇന്ത്യ വ്യക്തത വരുത്തി പറഞ്ഞല്ലോ. അപ്പൊ ക്ഷീണം ഉണ്ടാക്കിയോ? അപ്പൊ പാകിസ്ഥാന് തിരിച്ചടിക്കാൻ പ്രാപ്തമായിട്ട് അല്ലെങ്കിൽ പാകിസ്ഥാനകത്ത് വീണ്ടും പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടും. ഈ പാകിസ്ഥാനകത്ത് പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ പാകിസ്ഥാൻ അതിനെ അതിജീവിക്കുന്നത് എങ്ങനെയാണ്? വീണ്ടും ഇന്ത്യ ആക്രമിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആലോചിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആക്രമിക്കാൻ തുടങ്ങും. അതിന് ഇന്ത്യ തയ്യാറാണ്. അതായത് ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അതും ഈ പറയുന്നത് പോലെ അമേരിക്കയ്ക്കുള്ള ഒരു അടിയാണ്. അമേരിക്ക ഇപ്പൊ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് നിൽക്കുകയാണല്ലോ. അല്ലെങ്കിൽ അമേരിക്ക പാകിസ്ഥാനുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണല്ലോ മുനീർ വീണ്ടും അമേരിക്കയിൽ പോകുന്നത്, അല്ലെങ്കിൽ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അത്തരത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്നാ ഉണ്ടാക്കടാ, കാണിച്ചു തരാം, ഏത് അമേരിക്കക്കാരന്റെ കൂടെ ആണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പറച്ചിൽ കൂടിയാണ് ഇത്. അതായത് ഈ പറച്ചിൽ അമേരിക്കയോടുള്ള വെല്ലുവിളിയും, അമേരിക്ക ഒന്നുമല്ല, അമേരിക്കയുടെ ഉത്തമമാണ്, നമ്മള് ഈ പറയുന്ന പോലെ കൊച്ചു പിള്ളേർ താഴെ നിന്ന് വെടിവെച്ചിരുന്ന അവസ്ഥയിലേക്കുള്ള കാര്യമേ ഉള്ളൂ എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിനും ആ രീതിയിൽ ഈ പറയുന്ന യുദ്ധവിമാനങ്ങൾ യുദ്ധക്കോപ്പുകൾ വിൽക്കുന്ന അമേരിക്കയുടെ കയ്യിൽ നിന്ന് ആരും ഈ സാധനം മേടിക്കണ്ട, യാതൊരു കഴമ്പുമില്ലാത്ത സാധനമാണെന്ന് ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ പ്രസ്താവന എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. എന്തായാലും ഇന്ത്യ ശക്തമായി പ്രതികരിക്കുകയാണ് എന്ന് വേണം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. ഇന്ത്യ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുടെ 2 സേനാ മേധാവികളും തുറന്നു പറഞ്ഞിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ പാകിസ്ഥാന് എന്തൊക്കെ ദോഷമായി അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ ഏത് രീതിയിൽ തിരിച്ചടിച്ചു എന്നുള്ളത് അത് അമേരിക്കയ്ക്കുള്ള ഒരു താക്കീതായി കൂടി കണക്കാക്കാം. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.